ഹേ ഗായ്സ്, വെൽക്കം ടു പച്ച മാംഗോ. ഇന്ന് നമ്മൾ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാല്ലേ. ഞാനിവിടെ മീൻ കറി വെക്കാനായിട്ട് അയലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മീൻ കറി വെക്കാനായിട്ട് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ UAE-യിലായ കാരണം എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ല. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ എന്തായാലും മൺചട്ടി തന്നെ മീൻ കറി വെക്കാവേ. ഇനി ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ 1 to 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കടുക് ഇടുന്നില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർ പൊതുവേ കടുക് ഇടാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഇടുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. ഇനി ഉലുവയുടെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും നീളനെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഭീകരമായ കൈകൾ കണ്ട് ആരും പേടിക്കരുത്, എൻ്റെ സ്വന്തം കെട്ടിയവൻ്റെ ആണ്. ഈ മീൻകറിയുടെ ഫുൾ ക്രെഡിറ്റും പുള്ളിക്കുള്ളതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളിയാണുള്ളതെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. സവാള ആയാലും ചെറിയുള്ളി ആയാലും സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. മീൻ കറി ഉണ്ടാക്കുമ്പോൾ സവാള ഒരുപാട് വാട്ടേണ്ട ആവശ്യമില്ല, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഒരു പിങ്ക് കളർ ആവുന്ന വരെ വാട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളക് നീളനെ അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായി വാടി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകളും കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണേ. പിന്നെ അവസാനമായിട്ട് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് സവോളയിൽ പിടിച്ചിരിപ്പുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നീളനെ അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കുറുക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുടപ്പുളിയാണ്. ആദ്യമേ നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം പുളി ചേർത്താൽ മതി. ഞാനിവിടെ 2 ചെറിയ പുളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കിഴിക്കിയതിന് ശേഷം മാത്രം മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കറി വെക്കാനായിട്ട് 2 വലിയ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് ഒരു 7 to 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും. നമ്മളുടെ മീൻ കറി ഇപ്പോൾ നന്നായി കുറുകി മീനൊക്കെ വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് മീൻ കറി കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മീൻ കറി ഒന്നും കൂടി ഇരുന്ന് കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മളുടെ മീൻ കറി എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും. ഒരു തവണയെങ്കിലും മീൻ കറി ഇതുപോലെ വെച്ച് നോക്കണേ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മീൻ കറി ഇത് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും മീൻ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.